ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇൻ മൈ പാഷൻ. ഇൻ മൈ പാഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ കുറച്ച് ദിവസമായി സെയിൽ വീഡിയോ ചെയ്തിട്ട് നമുക്ക് പ്ലാന്റ് ആവശ്യമുള്ളവർ എൻ്റെ ഫോണിൽ കോൺടാക്റ്റ് ചെയ്യണം. വാട്സപ്പിൽ ടൈപ്പ് ചെയ്തിട്ടാലും മതി. ഞാൻ അപ്പോൾ വിരിഞ്ഞിട്ടുള്ള ഫ്ലവർ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് സെയിൽ ചെയ്യാം. അങ്ങനെ ചെയ്യുന്നുണ്ട്. ഞാനത് പറയാൻ വിട്ടുപോയതാ ഗ്രൂപ്പിൽ. അപ്പം ഇന്നത്തെ സെയിലിനുള്ള എല്ലാ പ്ലാന്റിനും 275 വില. അത് ഇപ്പം പോട്ടിലാണ് ഇരിക്കുന്നത്. നമുക്കിപ്പോൾ പറിക്കുമ്പോൾ എത്രത്തോളം അതിൻ്റെ കോഡക്സ് ഉണ്ടെന്നുള്ളത് അറിയാൻ പറ്റില്ല. അയക്കുന്നതിന് മുൻപ് ഞാൻ എല്ലാവർക്കും ഓരോ അപ്ഡേഷനും ഇടുന്നതാണ്. അപ്പം ഇന്നിപ്പോൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൺഡേ ഓർ ട്യൂസ്ഡേ സെൻഡ് ചെയ്യാൻ പറ്റും. ഇന്നിപ്പോൾ ഒരു സ്കെയിൽ കൊണ്ടുപോയി വന്നിരിക്കുന്നത്. കാരണം ഓരോ പ്രാവശ്യം ഞാൻ കൈയൊക്കെ വെച്ച് കാണിച്ചു തരാറുണ്ടായിരുന്നു നമ്മുടെ കോഡക്സിൻ്റെ വലിപ്പം. അല്ലാതെ വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല കോഡക്സിൻ്റെ വലിപ്പം എങ്ങനെയുണ്ടെന്ന്. അപ്പം അങ്ങനെ ഒരു എന്താ പറയുക ടിപ്പ് ഉദ്ദേശിക്കാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ കൈയൊക്കെ വെച്ച് കാണിക്കാറുണ്ടായിരുന്നു. എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ടെന്നുള്ളത് അറിയില്ല. ഇപ്പോൾ ഓരോ പ്ലാന്റും ഇപ്പം ഒരു പോട്ട് സൈസ് കണ്ടറിയാലോ. ഇതിപ്പോൾ ഒരു 7 ഇഞ്ച് പോട്ടിലാണ് നിൽക്കുന്നത്. ഏകദേശം ഒരു 2 ഇഞ്ച് ഉണ്ട് അതിൻ്റെ കോഡക്സ്. ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ 2 ഇഞ്ച് കാണുന്നുണ്ട്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ. വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ നല്ല വലുപ്പം കോഡക്സ് കാണും. നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ ചിലപ്പോൾ അതൊരു വിഷമത്തിന് ഇടയാവരുതെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത്. ഇത് രണ്ടാമത്തെ പ്ലാന്റ്. ഇതിൻ്റെ ഫ്ലവർ മാത്രം സ്ക്രീൻഷോട്ട് എടുത്ത് വിടാം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഫ്ലവർ ഞാൻ കുറച്ച് നേരം വയ്ക്കുന്നുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വിടാൻ വേണ്ടി. ഈ പ്ലാന്റിൻ്റെ കണ്ട ഗ്രാഫ്റ്റിംഗ് കഴിഞ്ഞിട്ട് അധികം ഇവിടെ വളർന്നിട്ടില്ല. അപ്പോൾ അത് നമ്മൾ പ്ലാന്റ് അവിടെ എത്തിക്കഴിഞ്ഞു എന്ന് റിപ്പോർട്ട് ചെയ്ത് ഒരാഴ്ച കഴിയുമ്പോൾ, അതായത് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോഴാണ് അതിന് നല്ല ഗ്രോത്ത് വന്നു തുടങ്ങുക. ആ സമയത്ത് നമ്മൾ പ്രൂൺ ചെയ്തിട്ട് എപ്പോഴും വെയിലത്ത് വെക്കണം. പിന്നെ നനയ്ക്കാറുണ്ട്. ഞാൻ പ്രൂൺ ചെയ്ത് കഴിഞ്ഞ ചെടിയെ നനയ്ക്കാറുണ്ട്. പിന്നെ അതിനോടൊപ്പം അല്പം യൂറിയ കൂടി ഇട്ട് കൊടുക്കാറുണ്ട്. ഒരാഴ്ചയ്ക്ക് മുന്നേ എല്ലുപൊടി, ചാണകപ്പൊടി, വേപ്പമണ്ണാക്കി ഇട്ട് കൊടുക്കും. അതിനുശേഷം അല്പം യൂറിയ കൂടി ഒരാഴ്ച കഴിഞ്ഞിട്ട് യൂറിയ കൂടി ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൽ 2, 3, 4 ഷൂട്ടുകളൊക്കെ വരും. ഈ പ്ലാന്റ് ഒരു ഡബിൾ പെറ്റൽ പ്ലാന്റ് ആണ്. ഇത് ചട്ടിയിലിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ അടിയിലേക്ക് ചിലപ്പോൾ നന്നായിട്ട് കോഡക്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ അതനുസരിച്ച് റേറ്റ് കുറയ്ക്കും കേട്ടോ. അതല്ല, നമ്മൾ പറിച്ചെടുക്കുമ്പോൾ കോഡക്സിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ആ ബുക്കിംഗ് ക്യാൻസൽ ചെയ്യും. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ വേറെ നിങ്ങൾക്ക് തൃപ്തിയായിട്ടുള്ള പ്ലാന്റ് മാത്രം അയച്ചു തരും. അത് പ്ലാന്റ് കാണിച്ചിട്ട് നിങ്ങൾക്കില്ലാത്ത ഫ്ലവർ ആണെങ്കിൽ മാത്രമേ അയച്ചു തരുള്ളൂ. ഇതൊരു വെറൈറ്റി ഡബിൾ പെറ്റലാണ്. ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ റൂട്ട് സ്റ്റോക്കിൻ്റെ ഭാഗമാണ് വളർന്നു വന്നിരിക്കുന്നത്. അങ്ങനെ കാണുന്നത് ഗ്രാഫ്റ്റിന് താഴെ വളരുന്ന ഓരോ ഭാഗം കട്ട് ചെയ്ത് കളയണം. അത് നമ്മുടെ പ്ലാന്റിൻ്റെ വളർച്ചേനെ ബാധിക്കും. ഗ്രാഫ്റ്റ് ചെയ്ത പോർഷന് മുകളിലുള്ള പ്ലാന്റിൻ്റെ വളർച്ചേനെ ബാധിക്കുന്നതുകൊണ്ട് അത് കട്ട് ചെയ്ത് കളയണം. ഇത് 6 ഇഞ്ച് പോട്ടിലുള്ളതാ. ഇത് നല്ല റെഡാണ് കേട്ടോ. ഒരു ചില്ലി റെഡ് എന്നൊക്കെ പറയില്ലേ, അത് ട്രിപ്പിൾ പെറ്റലാണ്. ഗ്രാഫ്റ്റ് ചെയ്ത് അത്യാവശ്യം വളർച്ച ചെയ്തുള്ള പ്ലാന്റ്. പക്ഷെ പ്ലാന്റ് വാങ്ങുന്നവരെല്ലാം ഒന്നുകൂടി പ്രൂൺ ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. കാരണം ഈ പ്ലാന്റിന് വളർച്ച കുറവ് തോന്നിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് ചാണകപ്പൊടിയൊക്കെ ഇടണം. ഒപ്പം അല്പം ഒരു നുള്ള് യൂറിയ കൂടി ഇട്ട് കൊടുക്കുക, നനയ്ക്കുക നന്നായിട്ട്. പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നനയ്ക്കാറുണ്ട് പ്ലാന്റിന് വെള്ളം അനുസരിച്ച്. നമ്മൾ പ്രൂണിങ് എന്ന വീഡിയോ ഇട്ടതിൽ വലിയ ചട്ടിയിലാണ് ഞാൻ വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ എന്നും നനയ്ക്കേണ്ട ആവശ്യമില്ല. ഒരു 3-4 ദിവസം കൂടുമ്പോൾ നനച്ചാൽ മതി. അടിയിൽ വെള്ളയീർപ്പം നിൽക്കും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ.
പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ തന്നെ ചോദിക്കാം, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ കണ്ടതിന് ശേഷം ചോദിക്കാം കേട്ടോ. കാരണം ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും നിങ്ങളതൊരു കുറ്റമായിട്ട് എടുത്ത് പറയാം. അപ്പം അതൊരു വിഷമം എനിക്ക് ഉണ്ടാക്കും. അപ്പം അത് വേണ്ട. ഇത് നല്ലൊരു പ്ലാന്റാണ്, നല്ല മൾട്ടി പെറ്റലാണ്, ട്രിപ്പിൾ അല്ല, അതിലും കൂടുതൽ ലെയറുകളുള്ള പ്ലാന്റാണ്. ഇതിൻ്റെയും റൂട്ട് സ്റ്റോക്കിൻ്റെ ഭാഗം വളർന്നിട്ടുണ്ട്, അത് കട്ട് ചെയ്യണം. ഇത് ഡബിൾ പെറ്റൽ കേട്ടോ, പിങ്കും വൈറ്റ് അങ്ങനെയൊക്കെ വരുന്നൊരു പ്ലാന്റ്. നന്നായിട്ട് ബ്രാഞ്ചസ് ഉണ്ട്. നല്ല കോഡക്സും ആണ്. നമ്മൾ കോഡക്സ് ഒന്ന് വലുതായി കഴിഞ്ഞാൽ ഈ അനാവശ്യമായിട്ട് നിൽക്കുന്ന വേരുകളും കൂടി ഒന്ന് കട്ട് ചെയ്ത് അവിടെ ഫംഗിസൈഡ് പുരട്ടി വെക്കേണ്ടതാണ് കേട്ടോ. അതിപ്പോൾ ഇതിൻ്റെയൊക്കെ അങ്ങനെ കട്ട് ചെയ്ത് വെക്കാറായിട്ടുണ്ട്, കാരണം നല്ല ഏജുള്ള പ്ലാന്റ്സ് അല്ലേ. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് അങ്ങനെ കട്ട് ചെയ്ത് വെക്കാം. പിന്നെ നമ്മൾ നന്നായിട്ട് വളമൊക്കെ ചെയ്യുമ്പോൾ ഇതിന് നന്നായിട്ട് കോഡക്സ് വരും. എനിക്ക് ഇത്തിരി നോട്ടക്കുറവിൻ്റെ കുഴപ്പമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് പറയുന്നത് ഏജുള്ള പ്ലാന്റ് ആണ് എന്നുള്ളതൊക്കെ. ഇത് അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണ്. നന്നായിട്ട് ഈ പ്ലാന്റുകളെല്ലാം ഇതിൻ്റെ എല്ലാ ഫ്ലവറുകളും മീഡിയം സൈസ് ഫ്ലവറുകളാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ചിലപ്പോൾ ചെറുത് ആയിരിക്കും, പക്ഷെ അത് നിങ്ങൾ നോക്കണ്ട, മീഡിയം സൈസ് ഫ്ലവറാണ്. ഇത് വൈറ്റിൽ സൈഡിൽ ഇങ്ങനെ ഒരു പിങ്കിഷ് ലൈൻ പോകുന്നുണ്ട്. ഫ്ലവർ എല്ലാം ഒരുമിച്ച് കിട്ടിയിട്ട് അങ്ങനെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. ഞാൻ വീഡിയോ എടുക്കണം അന്ന് തന്നെ എടുക്കണ ഫോട്ടോസും ഫ്ലവറുകളാണ്. അപ്പോൾ ഫ്ലവറിന് കുറച്ച് ഭംഗിക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അഡീനിയം പ്ലാന്റ്സ് കയ്യിലുള്ളവർക്ക് അത് മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ് നോക്കി വാങ്ങണം. അതിൽ വൈറ്റ് ഇരിക്കുന്നില്ലേ, അതിന് 250 വരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ 1-2 പ്ലാന്റ് ഉണ്ട്, അത് എനിക്കിപ്പോൾ പെട്ടെന്ന് വീഡിയോയിൽ കാണാൻ പറ്റണില്ല. അപ്പം അങ്ങനെ അത് പറിക്കുമ്പോൾ എൻ്റെ പ്രോഡക്ട്സിൻ്റെ വലിപ്പമൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പൈസ കുറയ്ക്കാം കേട്ടോ. അപ്പോൾ ആ പൈസ റിട്ടേൺ ചെയ്യും. നമ്മൾ അയക്കുന്നത് DTDC കൊറിയർ വഴിയാണ്, അതെല്ലാവർക്കും അറിയാം. പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്നെ കൂടി ഒന്ന് അറിയിക്കുക, പ്ലാന്റ് റിപ്പോർട്ട് ചെയ്യാം. ആ പ്ലാന്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന വരെയാണ് എൻ്റെ ഉത്തരവാദിത്വം. അതിനുശേഷം പ്ലാന്റ് നന്നായിട്ട് കെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. ഈ പ്ലാന്റ് കണ്ടോ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പ്രൂൺ ചെയ്തതാണ്. അത് നമ്മളൊരു പ്ലാസ്റ്റിക് കെട്ടി വെച്ചില്ലേ, അതിന് 3 ഷൂട്ട് പെട്ടെന്ന് വന്നിരുന്നു. അല്ലാത്തതിന് 2 ഷൂട്ട് വന്നു, പിന്നെ ഒരു ഷൂട്ട് വരുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അപ്ഡേഷൻ ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.